ഹലോ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നെല്ലിക്കുന്ന് ഹാർബറിലാണ്. ഹാർബറല്ലേ? അപ്പോൾ ഇവിടെ ഇന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ചൂണ്ടയിടുക എന്നുള്ളത്. ചൂണ്ട കൈനെ കൊണ്ട് ഞാൻ പിടിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ചൂണ്ടയിടുന്നത് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഇത് എറിയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് എറിഞ്ഞു തന്നാലും ഞാനിങ്ങനെ പിടിക്കും. അപ്പം അതിൻ്റെ ചലനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മെല്ലെ ഇങ്ങനെ തിരിച്ചെടുക്കണം, അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം, മീൻ കിട്ടും. ഒന്ന് എന്തോ അടിക്കുന്നുണ്ട്, നോക്കാട്ടോ. മീൻ കിട്ടുകയാണെങ്കിൽ ഇതെനിക്ക് കിട്ടിയതല്ല, ഇവിടെ വേറെ ചൂണ്ട ഇട്ടിരുന്ന ഒരാൾക്ക് കിട്ടിയൊരു മീനാണ്. ഇതെന്താ മീനെന്ന്? എന്താ മീന്? ഉടുത്തെ. ഇതിന്റെ വാലിലെല്ലാം നല്ലൊരു മഞ്ഞ കളറിലുണ്ട്. നല്ലൊരു അടി കിട്ടിയാൽ നല്ല പണി കിട്ടും. ഇത് ഭയങ്കര ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. ഇങ്ങനെ പിടിച്ചു വരുന്ന അതിന് കൊത്തി നിറഞ്ഞ് മെല്ലെ പിടിച്ച് വലിക്കണം എന്നല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ കൊത്താൻ കുറേ സമയമെടുക്കും. കൊത്തിയാൽ തന്നെ അതിന് കുരുങ്ങണമെന്ന് നിർബന്ധമില്ല. ഈ കുരുങ്ങിയാൽ തന്നെ അത് വലിച്ചെടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആർക്കെങ്കിലും ഇത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫിഷിങ്ങിന് പോയി നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ഇവിടെ വന്ന് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയിൽ ഇതാ കുറേ ആൾക്കാർ ഇതേപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് നല്ലൊരു ഹോബിയാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ ചൂണ്ടിട്ടിരുന്ന് ക്ഷമയോടെ കാത്തിരുന്ന് മീനെല്ലാം കിട്ടുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നല്ലോ. നമ്മൾ മടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ഇവിടെ ഇതാ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ വണ്ടിയിലെത്തി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം ഒരുപാട് ആൾക്കാർ വരുന്ന കാണാം. ഇനി കുറച്ചുകൂടെ നേരെ ഇരുട്ടുമ്പോഴത്തേക്കും സൺസെറ്റെല്ലാം കാണാൻ പറ്റും ഇവിടെ, നല്ല അടിപൊളി. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പേസാണ്. ഞാൻ എൻ്റെ പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്തതും ഇവിടെയായിരുന്നു. നല്ല പച്ചപ്പുണ്ട്, അതേപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള മരങ്ങളും നല്ലൊരു അടിപൊളി സ്പേസായി മാറിയിട്ടുണ്ട് കേട്ടോ. വലിയ 2 മീനെല്ലാം പിടിച്ചിട്ട് നല്ല മാസ് വീഡിയോ ആക്കി മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് ഇടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല, മീനിനെ കിട്ടിയിട്ടില്ല. ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ടും കിട്ടിയിട്ടില്ല. അടുത്തിരിക്കുന്നവർക്കെല്ലാം കിട്ടി. അതുകൊണ്ട് നമ്മൾ ആ ഉദ്യമം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മടങ്ങുകയാണ്. ചൂണ്ട അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് മീൻ പിടിക്കുമ്പോൾ അങ്ങനെ കിട്ടിയാൽ ആയി. അപ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് മിസ് രാജ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.